ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 41 റിയാക്ഷൻ നമ്മൾ ഇന്ന് നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മെയിൻ ചാനലില്. കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. ഇത് പ്ലസ് എപ്പിസോഡിന്റെ റിയാക്ഷൻ ആണ്. സംസാരിച്ച സമയങ്ങളിൽ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. ഓരോരുത്തർ വിധം വന്ന് ഇതൊരു വീടായി കരുതുന്ന ഒരാളെയും മോർണിംഗ് ടാസ്ക് ആയിരുന്നു ആദ്യം. ഒരു ഷൂട്ടിംഗ് സെറ്റായി കരുതുന്ന ഒരാളെയും. ടാസ്ക് എത്ര ഉള്ളൂ? ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളിൽ ബിഗ് ബോസ് വീടിനെ ഒരു വീടായി കാണുന്നവരെയും അതുപോലെ തന്നെ ഒരു ഷൂട്ടിംഗ് സെറ്റായി കാണുന്നവർ ആരാണെന്ന് വന്ന് പറയുക. എന്ത് തോന്നിയാസം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായി തോന്നിയത് ജിൻഡോ ചേട്ടനാണ്. നോറ വന്ന് വീടായി കണ്ട എല്ലാ ലംബത്തരം കാണിക്കുന്നത് ജിൻഡോ ആണെന്ന് വന്ന് ജിൻഡോനെ കുറെ കുറ്റങ്ങൾ പറഞ്ഞു. വീടായിട്ട് തോന്നുന്നത് ഫുള്ളും റെസിപ്പിനാണ്. അത് കഴിഞ്ഞ് ജിൻഡോ നോറയാണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ. അവൾ അവിടെ നിന്ന് പറയും ജസ്മിനെ വീടിന്റെ പോലെ കണ്ട് അലമ്പത്തരം കാണിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞ് കളിയാക്കി. അതേപോലെ തന്നെ നോറയാണ് ഇത് ഷൂട്ടിംഗ് സെറ്റ് ആണെന്ന് വിചാരിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞ് ജിൻഡോ കളിയാക്കി. അതാണോ ഷൂട്ടിംഗ് ലൊക്കേഷൻ? അവരുടെ നോറ കീപ് ക്വൈറ്റ്. ജിൻഡോ സംസാരിച്ചോണ്ടിരുന്നപ്പോ നോറ ഒച്ചെടുക്കണം. ജിൻഡോ കീപ് ക്വൈറ്റ്. കീപ് ക്വൈറ്റ്. I will know. Don't talk. Tell talk now. My place. Okay. My place. Okay? My place. സ്പേസ് എന്നായിരിക്കും ഉദ്ദേശിച്ചതെന്ന് ജാസ്മിൻ അവിടെ നിന്ന് വിളിച്ചു പറയും. ചിന്തിക്കണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാനുള്ള ആളുകളായിരിക്കും. നോറ എടുത്ത് തേഞ്ഞൊട്ടി ലാലേട്ടൻ ഇരുന്നു. ഇതിലോട്ട് കയറിയിട്ട് പിന്നെ ഇരിക്കില്ലല്ലോ. അതാണ് ദേഷ്യം. നോറ എല്ലാത്തിലും മെയിൻ ആവുന്ന ആളാണെന്നാണ് ജിൻഡോ പറയുന്നത്. അതായത് ലാലേട്ടൻ വന്നപ്പോ ഓടി ചെന്ന് ലാലേട്ടന്റെ അടുത്ത് ഇരിക്കുക, അതുപോലെ തന്നെ നന്ദനയുടെ കേക്ക് മുറിക്കുമ്പോൾ ഓടി ചെന്ന് പീസ് എടുത്ത് വായിൽ വെക്കുക. ഇതൊക്കെയാണ് നോറയുടെ ഹോബികൾ എന്നാണ് ജിൻഡോ പറയുന്നത്. കേക്ക് കട്ട് ചെയ്ത് ആ കേക്ക് മേടിച്ചിട്ട് അപ്പൊ തന്നെ അവിടെ വയലിക്ക് ചുട്ടു. നോറയുടെ മുഖം നോക്ക്. സ്പേസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അത് ക്ലിയർ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നോറ ബി ലൈക്ക് എനിക്ക് എന്തിന്റെ കേടായിരുന്നു. പല രീതിയിൽ പല കാര്യങ്ങളെ വളച്ചൊടുത്ത് കുറ്റം പറയാൻ പറ്റില്ല. ജിൻഡോനെ ആലോചിക്കുമ്പോ രശ്മിന് ഫസ്റ്റ് വളിയായിരിക്കും ഓർമ്മ വരാ. പറയണമെന്നുണ്ടെങ്കിൽ ജിൻഡോയെ ബന്ധപ്പെടുക. രശ്മിന്റെ ഒറിജിനൽ സ്വഭാവം പതിയെ പതിയെ പുറത്ത് വരുന്നുണ്ട് കേട്ടോ. ബർത്ത്ഡേ വരുമ്പം അത് ഞാൻ തന്നെ തിന്നോളാം. മോർണിംഗ് ടാസ്കിന്റെ സെൻസിൽ എടുക്കണം. അത് പിന്നെ പേഴ്സണൽ ഗ്രഡ്ജ് ആണെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ കുറ്റം പറഞ്ഞു എന്നും പറഞ്ഞ് അവരുടെ ചെവി തിന്നുന്നത് അത്ര നല്ല സ്വഭാവം അല്ല. ഞാൻ ഇനി പ്രതികരിക്കുന്നില്ല മോളെ. കൊടക്കാള് രാവിലെ ഒന്നിച്ച് കൊടുക്കും. നന്ദനെ പറയും, സീതുവിനെ പറയും, ജിൻഡോയ്ക്കാണ്. അത് കഴിഞ്ഞ് ക്യാപ്റ്റന്റെ നോമിനേഷൻ ആയിരുന്നു. ജിൻഡോനെയും ശ്രീതുവിനെയും നന്ദനേനെയുമാണ് എല്ലാവരും കൂടി നോമിനേറ്റ് ചെയ്തത്. ഗബ്രിയാണ്. ജാസ്മിൻ ആർക്ക് ചെയ്യുന്നുണ്ട് നോക്കാം. ഗബ്രി സ്വാഭാവിക. ഗബ്രി ഭയങ്കര കിടിലം എന്നല്ല ഞാനിവിടെ പറയുന്നത്. പറയേണ്ടത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് പറയും. സോഫ്റ്റ് ആക്കി പറയുന്ന ഗബ്രിയ. നോമിനേഷൻ ഇസ് നന്ദന, നോമിനേഷൻ ഇസ് ശ്രീതു. ഗെയിമിനെ കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാം. അപ്പൊ ശ്രീതു എന്തായാലും ഗബ്രി നീ ജാസ്മിനെ പറയാഞ്ഞത് മോശമായി പോയി. പ്രേക്ഷകർ തിരഞ്ഞെടുത്തത് പവർ ടീമിനെയാണ്. ഹോട്ട്സ്റ്റാർ കിട്ടിയ പോളിന്റെ റിസൾട്ട് അനുസരിച്ചാണ് പവർ ടീം ഇന്ന് ബ്ലാക്ക് ഡ്രസ് കോഡ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ മെയിൻ എപ്പിസോഡ് കാണാത്തവരോട് ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഇവിടെ പോയാൽ കണ്ടിട്ട് വരാം. അപ്പൊ നമ്മുടെ സിബിൻ ജാസ്മിനെ നടുവിരൽ പൊക്കി കാണിച്ചതിന്റെ ശിക്ഷ വിധിക്കുകയാണ് പവർ ടീം. ജാസ്മിൻ പറയുന്ന എന്ത് പണിഷ്മെന്റും സിബിൻ ചെയ്യണമെന്നായിരുന്നു ശിക്ഷ. ടീം എല്ലാരും ലിവിംഗ് റൂമിൽ വരേണ്ടതാണ്. പക്ഷെ പവർ ടീം മീറ്റിംഗ് വിളിച്ചിട്ട് ബാക്കി എല്ലാവരും വന്നിരുന്നു. ജാസ്മിനും നോറയും വന്നില്ല. ഞാൻ ഇരിക്കൂല. ഈ നോറ ഇപ്പൊ എന്തിനാണ് ഈ കരിപ്പ് കാണിക്കണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഈ ബിഗ് ബോസ് ഹൗസിൽ ആരൊക്കെ ഉണ്ടോ എല്ലാരും ലിവിംഗ് റൂമിൽ വരിക. ഇങ്ങനെ തേഞ്ഞൊട്ടാൻ ശരണ്യയുടെ ജീവിതം ഇനിയും ബാക്കി. വേണ്ട അതാ കോട്ട ശരണ്യ സാരില്ല. പറയാൻ പോയപ്പോ പോലും അയാൾ എന്നെയാണ് പ്രൊവോക്ക് ചെയ്യുന്നത്. ജാസ്മിൻ വരില്ല എന്നുള്ള വാശിയിലാണ്. എന്താണ് നീ മുഖത്ത് നോക്കിയല്ലോ കാണിച്ചത്, സ്വന്തമായിട്ട് ചെയ്തതല്ലേ. അപ്പൊ സിബിൻ ഇങ്ങനെ കാണിച്ചപ്പോ ജാന് പറഞ്ഞു അത് നീ അവളുടെ ഫ്രണ്ടിൽ പോയി നിന്നല്ല കാണിച്ച അത്ര വലിയ തെറ്റൊന്നുമല്ല. അയാള് കാണിക്കുന്നതിന് ജനങ്ങൾ തന്നെ പുറത്താക്കട്ടെ. എനിക്കൊന്നും വേണ്ട. ഇപ്പൊ ജാസ്മിൻ ഇപ്പൊ ശിക്ഷ കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പവർ ടീം വിധിച്ചു. ഇനി ഇതിന്റെ പേരിൽ ഒരു ഡിസ്കഷൻ ഇല്ലാന്ന്. സിബിൻ എന്തോ ബാക്കി പറയും. എന്നാലും വലിയ പ്രവോക്കറായിട്ട് വന്നതാ. ജാസ്മിന്റെ ഒറ്റ പ്രവോക്കറിൽ തെറിയും വിളിച്ച് തേഞ്ഞൊട്ടി കരഞ്ഞവിടെ ഇരിക്കുന്നു. നീ ഇവിടെ സംസാരിക്കണി ജാസ്മിനെ. എന്റെ മോനെ
മാനസികാവസ്ഥയും ജാസ്മിൻ ഇപ്പത്തെ ഒരു കണ്ടീഷന് വെച്ച് എന്ത് കണ്ടീഷൻ? ഒരു തെറി കേട്ടാ ഇത്ര കണ്ടീഷൻ ആണെങ്കിൽ അവള് പുറത്തിറങ്ങുമ്പോ എന്തായിരിക്കും? അതൊരു വാക്ക് എന്റെ വായിൽ നിന്ന് വന്നു. അത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. ആ സമയത്ത് എനിക്ക് വ്യക്തം ഗബ്രി നൈസായിട്ട് ട്രാക്ക് മാറ്റുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നെ കുറിച്ചാണ്. ആ വാക്ക് ഉപയോഗിച്ചതിൽ ഞാൻ എന്റെ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഗബ്രി കുനിഞ്ഞു നിൽക്കാൻ പറഞ്ഞതിന് ജിൻഡോനോടും പവർ ടീമിനോടും ബാക്കിയുള്ള കണ്ടസ്റ്റന്റ്സിനോടും എല്ലാവരോടും ഗബ്രി മാപ്പ് ചോദിച്ചു. ചേച്ചി വന്നിട്ടില്ല ഇവിടേക്ക്. അത് ഞങ്ങൾ പവർ ടീമിനോട് ക്ഷമ ചോദിക്കുന്നു. എല്ലാവരും ക്ഷമിക്കാൻ തയ്യാറല്ല നമ്മുടെ ടീമിലെ ആൾക്കാര്. നന്ദന, നോറ വരാത്തതിന് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. നമുക്കൊരു ക്ഷമ പറയാലേ സായി ചേട്ടാ? സായി, ഞാൻ പറയൊന്നുമില്ല. അവള് തോന്നിയാസം കാണിച്ചിട്ട് ഞാൻ ക്ഷമ പറയാൻ പോണെന്ന് പോടുവേ. വഴി കൂടെ പോന്ന് ഏണി മൊത്തം എത്തിപ്പിടിക്കും. അഭിഷേക് ചോദിക്കാണ്, ഈ റോഡിൽ കൂടെ പോണ വള്ളിയൊക്കെ വാങ്ങാൻ ഇവക്ക് വല്ല തലയ്ക്ക് ഓടുണ്ടാ? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് ഇങ്ങനത്തെ വള്ളി പിടിക്കാതിരിക്കാനാ ക്യാപ്റ്റനായി ഇങ്ങനത്തെ വള്ളി പിടിക്കൽ നിർത്തും. സായി പറയണ്, ഞാൻ അവളെ അതുകൊണ്ടാ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നോമിനേറ്റ് ചെയ്ത് അവള് വള്ളി പിടിക്കണതൊന്ന് കുറയാൻ വേണ്ടിട്ട്. നന്ദന, അത് പറഞ്ഞപ്പോഴാ ക്യാപ്റ്റൻസി ടാസ്കിൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തില്ലല്ലേ? അവിടെ ഇല്ലാത്ത വള്ളി കയറി കേസ് പറയട്ടെ. നന്ദന, നിങ്ങളോട് ഞാൻ വഴക്കം ഇവള് ക്യാപ്റ്റനായി കഴിഞ്ഞാൽ ഇല്ലാത്ത വള്ളി ഉണ്ടാക്കും. അതൊരു തരം. അഭിഷേക് പറയണേ, അതെ ഈ നോറ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വള്ളിയും കുറയാൻ പോലുള്ള അവളുള്ള വള്ളി കൂടുതൽ പിടിക്കും. നോറയ്ക്ക് വോട്ട് കിട്ടും, പക്ഷെ ക്യാപ്റ്റൻസിലല്ല മറ്റേ എവിക്ഷന് വേണേ കിട്ടും. അല്ലാതെ അഭിഷേക് പറയണേ, നോറയ്ക്ക് വോട്ട് കിട്ടും. ഏതിലാന്നറിയോ? ക്യാപ്റ്റൻസി ടാസ്കിലല്ല, എവിക്ഷന്റെ. അങ്ങനെയുള്ള പോലീസുകാരും ബ്രോ ഇതിലെന്താന്നറിയാമോ? മാറ്റുണ്ട്. അത് ജനങ്ങളിലേക്ക് അവനെ ന്യായീകരിക്കുകയാണ്. എടാ ഗബ്രി, എന്റെ ബുദ്ധിയാടാ ഞാൻ പണിഷ്മെന്റ് കൊടുക്കാത്തത്. മണ്ടി. മനസ്സിലായോ? അവൻ കാണിച്ച തെറ്റിന് ഒന്നുമല്ലാതാക്കി ജാസ്മിൻ ആണെന്നുള്ള രീതി. പണിഷ്മെന്റ് കൊടുത്തെങ്കിൽ ആ പണിഷ്മെന്റും ലാലേട്ടൻ വരുമ്പോഴുള്ള ചീറ്റ് സിബിന് കിട്ടിയാന്. ഇതിപ്പോ നിനക്ക് പണിഷ്മെന്റ് കൊടുക്കാനും പറ്റിയില്ല. ലാലേട്ടൻ വരുമ്പോ യെല്ലോ കാർഡ് പൊക്കി പിടിച്ചിട്ട് ഇതാണ് വാണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് പോകും. സിബിൻ ഇവിടെ കാണിക്കുന്നത് മൊത്തം അഭിനയമാണ്. ഓ, സിബിൻ അഭിനയം. അപ്പൊ നീയോ? പിടുത്തം കിട്ടാത്തവരെ മാത്രമല്ല, ഉദ്ദേശിക്കുന്നത് എന്താന്ന് എനിക്ക് അറിയണം ആദ്യം. അത് കഴിഞ്ഞ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ പിന്നെയും സായിയുടെ റൂമിലേക്ക് ക്ഷണിക്കുകയാണ്. അബിക്ക് അഭിഷേകിനെ പറ്റി എന്തോ കുറെ കുറ്റം പറയാണ്ട് കേട്ടോക്കാം. ഇവളോട് ഇമോഷണൽ കരയരുത്. അപ്പൊ അബി പറയാണ്, അഭിഷേക് നോറേനോട് പറഞ്ഞു നീ കരയരുത്, കരയുന്നത് ശരിയല്ല, കരയാണെങ്കിൽ തന്നെ ബാത്റൂമിൽ പോയിരുന്ന് കരയാൻ പറഞ്ഞു. അപ്പൊ നന്ദന, അത് നല്ല കാര്യമുണ്ട്. കരയരുതെന്ന് പറയുന്നത് നല്ലതാണോ? ഒരാളുടെ പതുക്കെ സംസാരിക്കണോ ഞാൻ തീരുമാനിക്കും. നന്ദന, നീ എന്നോട് ഒച്ച സംസാരിക്കണ്ട. എന്നെ പഠിപ്പിക്കണ്ട. തലവേദനയാണല്ലോ ദൈവം ഇത്. നന്ദന, അഭിഷേക് ഇറങ്ങിപ്പോയതേ ലോക്കൽസിനോട് സംസാരിക്കാൻ പുള്ളിക്ക് താല്പര്യമില്ല. മര്യാദക്ക് സംസാരിക്കുന്ന ലോക്കൽ മനസ്സിലായോ? ലോക്കൽ സംസാരിച്ചാലുണ്ടല്ലോ നന്ദന, മര്യാദക്ക് സംസാരിക്കണേ. ലോക്കൽ എന്നൊക്കെയാണ് നീ പറയണേ. ലോക്കൽ നോക്കുമ്പോളെ നിങ്ങൾക്ക് വല്ല ഭ്രാന്തുണ്ടോ ഇതിനെ വർത്താനം കേട്ടിരിക്കാൻ? പുള്ളി എന്താ ഇങ്ങനെ? അത് ശരി, ലോക്കലിന് വിളിക്കാൻ പാടില്ല, കൂതറാന്ന് വിളിക്കാം. ഇവ എവിടെ പറഞ്ഞ ആണുങ്ങളായ താടി വേണം. സായി, ഇതാര് എപ്പോ ആരോട് പറഞ്ഞു? താടി വേണം. നോറ, എന്നോട് താടി വേണമെന്നൊന്നും പറഞ്ഞല്ലോ. ഒന്ന് പറയട്ടെ. ശരി, എന്തത്ര ചിരിക്കാൻ? ചത്തടി ശത്താലാണ് ചിരിക്കുക. നിന്റെ പള്ളപ്പല്ല് ഞാൻ തെറിപ്പിക്കും. അഭിഷേക് സീനാണല്ല. നീയല്ലേ ചെക്കടി? അടക്കളയിലെ കണ്ടു നിന്ന് ഫുഡ് കഴിച്ചോണ്ടിരുന്ന ചിന്തോ എവിടെ അടി ശബ്ദം? അയ്യോ, സൈഡ് റൂമിലല്ലേ, ഓടാം. നന്ദന, സായി എന്റെ വീട്. അവൻ ചീന്ന് പറഞ്ഞ തുമ്മണവന്, അവൻ എന്റെ അണപ്പല്ല് തെറിപ്പിക്കണമെന്ന് എനിക്ക് അറിയണമല്ലോ. ഇവരെന്താ ഇങ്ങനെ? എനിക്ക് മാത്രമാണ് ഈ അടി കണ്ടിട്ട് ചിരി വരുന്നത്. വീട്ടിൽ പോയി പറയാൻ പറഞ്ഞ പിന്നെ നാട്ടുകാരോടാണോ പറയണേ? വീട്ടുകാരെ വിളിക്കുന്നതല്ലേ എന്റെ. അയ്യോ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ പ്ലസ് എപ്പിസോഡ്. അത് 40ാമത്തെ ദിവസത്തെ. ഇന്ന് വീക്കെൻഡ് എപ്പിസോഡാണ്. ലാലേട്ടൻ വരും,
എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. ഉറക്കം മുളച്ചിരുന്ന് നമ്മൾ നാളെ രാവിലെ തന്നെ വീഡിയോ സെറ്റ് ആക്കി ഇടുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്ന അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ